الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد عباد الله أوصيكم ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار അല്ലാഹുവിൻ്റെ മുഅ്മിനീങ്ങളായ അടിമകളെ, തഖ്വയുള്ളവരായി ജീവിക്കുകയും അതുവഴി ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു പൊരുത്തപ്പെടുന്ന ജീവിതം സമ്പാദിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യും. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇതാണ് ദീനുൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാന വാചകം. അള്ളാഹുമായിട്ട് കരാറിൽ ഏർപ്പെടുക. ഒരാൾ മുസ്ലിമാകുക എന്ന് പറഞ്ഞാൽ അള്ളാഹുമായിട്ടൊരു ഉടമ്പടിയിൽ ഏർപ്പെടുക എന്നതാണ്. ഏത് വിഷയത്തിനാണ് അള്ളാഹുമായിട്ട് കരാർ ചെയ്യേണ്ടത്? ലാ ഇലാഹ ഇല്ലല്ലയുടെ വിഷയത്തിൽ. ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കാൻ അള്ളാഹു നമ്മളോട് ആവശ്യപ്പെടുന്നു. 24 മണിക്കൂറും ലൈവായി നിൽക്കേണ്ടതാണ് ഷഹാദ. ഒരു സെക്കൻഡ് പാഴായി പോകാൻ പാടില്ല. ഏത് സമയത്തും സസ്പെൻഡാകാൻ സാധ്യതയുള്ളതാണ് ഷഹാദ. അതേപോലെ ഡിസ്മിസ് ആകാനും സാധ്യതയുള്ളതാണ് ഷഹാദ. അത് വിശദീകരിക്കാൻ ഖുർആൻ ഷരീഫിൽ ഒരുപാട് ചരിത്രങ്ങൾ, അഖ്ബാറുകളെ അല്ലാഹു തആല പറഞ്ഞു തന്നിട്ടുണ്ട്. ചുരുങ്ങിയ പക്ഷം അതിന് ഡാമേജ് സംഭവിച്ച് ഉപയോഗശൂന്യമാകാനും സാധ്യതയുണ്ട് ഈ ഷഹാദ. അത്ര ഗൗരവമുള്ളതും കടുപ്പമുള്ളതും വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതുമായൊരു വിഷയമാണ് ഷഹാദ. അതെ, അള്ളാഹുമായി നാം കരാറിൽ ഏർപ്പെടുകയാണ്. അശ്ഹദു, ഞാൻ ജീവിച്ച് തെളിയിക്കാൻ തയ്യാറാണെന്ന് അള്ളാഹുവെ നിന്നെ ഞാൻ അറിയിക്കുന്നു, എനിക്ക് ബോധ്യപ്പെടുത്തി തരുന്നു, എന്നോട് ഞാൻ ഉറപ്പ് തരുന്നു. അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, എൻ്റെ സകല ആവശ്യങ്ങളും പൂർത്തിയാക്കി തരുന്നവൻ നീയാണ്, നീ എൻ്റെ റബ്ബാണ്, അതിനാൽ നീ എൻ്റെ ഇലാഹും കൂടിയാണ്. അഥവാ ഇങ്ങനെ അങ്ങോട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അത് നിനക്ക് മാത്രമേ ചെയ്യുള്ളൂ. അശ്ഹദു, അത് ഇന്നു മുതൽ ജീവിച്ച് തെളിയിക്കാൻ ഞാൻ തയ്യാറാണ്. ഓരോരുത്തരും അവരവരുടെ നഫ്സോട് ചോദിക്കണം, ഞാൻ ആ കരാറ് പാലിച്ചിട്ടുണ്ടോ? ഇന്ന് നേരം വെളുത്തിട്ട് ഇന്ന് വരെ ഈ സമയത്തിനിടയിൽ
എന്തെങ്കിലും കാരണത്താൽ എൻ്റെ കരാറ് പൊളിഞ്ഞിട്ടുണ്ടോ, അത് ദുർബലപ്പെട്ടു പോയിട്ടുണ്ടോ, അള്ളാഹുവിൻ്റെ റിക്കാർഡിൽ നിന്ന് ആ കരാറ് അള്ളാഹു താല ദുർബലപ്പെടുത്തി ആ ഫയൽ ഓഫ് ചെയ്തിട്ടുണ്ടോ, ആ ഫയൽ ക്ലോസ് ചെയ്തിട്ടുണ്ടോ, ഓരോരുത്തരും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കേണ്ടത് ആവശ്യമാണ്. എന്തുകൊണ്ടാണ് ഞാൻ ആ ഷഹാദയിൽ ഏർപ്പെട്ടത്? അള്ളാഹു ആ ഷഹാദയിലാണ്. ആ കരാർ ആദ്യമായിട്ട് പ്രഖ്യാപിച്ചത് അള്ളാഹുവാണ്. അതുകൊണ്ട് എനിക്കൊരു കാരണവശാലും അത് മാറ്റാൻ പറ്റുകയില്ല. എന്താണ് അള്ളാഹു പറഞ്ഞത്? ഷഹിദല്ലാഹ് അന്നഹു ലാ ഇലാഹ ഇല്ലാഹു. ഗൗരവമുള്ള വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വയം ഏറ്റെടുത്ത ഒരു കരാറ് നമ്മളെ അറിയിക്കുകയാണ്. ഫശ്ഹദു ബിഅന്നാ മുസ്ലിമൂൻ. നിങ്ങളും ഷഹാദത്തിൽ ഏർപ്പെടണം. ഞാൻ ആ ഷഹാദത്തിലാണ്. ഷഹിദല്ലാഹ് അന്നഹു ലാ ഇലാഹ ഇല്ലാഹു. അല്ലാഹു തആല ഷഹാദത്ത് ചെയ്തിരിക്കുന്നു. അല്ലാഹു ഉടമ്പടി ചെയ്തിരിക്കുന്നു. എന്താണ് അല്ലാഹുവിന്റെ ഷഹാദ? അന്നഹു ലാ ഇലാഹ ഇല്ലാഹു. അടിമകൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും എനിക്കേ ചെയ്യാകൂ എന്ന കാര്യം ഞാൻ തീരുമാനിച്ച് ഷഹാദത്ത് ഉറപ്പിച്ച കാര്യമാണ്. അല്ലാഹു പറയുന്നത് ഇത് അദ്ദാദിക്കുമ്പോൾ ചെല്ലാനുള്ള ദിക്റല്ല. ഷഹിദല്ലാഹു അന്നഹു ലാ. അല്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഒരു പ്രയാസം എനിക്കുള്ളത്, ഞാൻ ഈ പറയുന്ന ഗൗരവമുള്ള വിഷയം മഹാഭൂരിപക്ഷത്തിനും മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. അത് ശരിയാണ്. അത് എത്ര പെട്ടെന്ന് മനസ്സിലാകുന്ന വിഷയമല്ല ഇത്. ഇത് വളരെ ശ്രദ്ധിക്കുകയും വളരെ ചിന്തിക്കുകയും ഒപ്പം ഒരുപാട് അള്ളാഹുവിനോട് ഹിദായത്തിന് വേണ്ടി ചോദിക്കുകയും ദുആ ചെയ്യുകയും ചെയ്യുന്നവർക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു വിഷയമാണിത്. അതുകൊണ്ട് തന്നെയാണ് മിമ്പറുകളും മെഹ്റാബുകളും ഈ വിഷയം കൈകാര്യം ചെയ്യാത്തത്. അത് ഷിയാക്കളാവട്ടെ സലഫികളാവട്ടെ ഈ വിഷയം ഗൗരവമായി ചർച്ച ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? അത് വളരെ ചൂടേറിയൊരു വിഷയമാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലല്ലാഹയെ സംബന്ധിച്ച് ഷഹാദത്ത് പറഞ്ഞ വിഷയം ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു. അല്ലാഹു അല്ലാതെ നിങ്ങൾക്ക് ഒരു കാരണവശാലും മറ്റൊരില്ല എന്നത് ഞാൻ നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്തി തരുന്നു. ഷഹിദല്ലാഹ്, അല്ലാഹ് ഷഹാദത്ത് പറഞ്ഞിരിക്കുന്നു. ഏത് വിഷയത്തിൽ? അന്നഹു ലാ ഇലാഹ ഇല്ലാഹു. നിങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെടാൻ അല്ലാഹു അല്ലാതെ വേറൊരാളുമില്ല എന്ന കാര്യം അല്ലാഹു ഷഹാദത്ത് പറഞ്ഞ് ഉറപ്പിച്ച കാര്യമാണ്. എന്നിട്ടും നാം അല്ലാഹുവിനെ സംശയിക്കുന്നു. അവൻ കാഫിറും മുശ്രിക്കും അല്ലെങ്കിൽ പിന്നെ ആരാ? ഇത്ര കടികട്ടിയോടെ അല്ലാഹു തആല നമ്മോട് ഉറപ്പ് പറഞ്ഞു തന്നിട്ടും നാം അല്ലാഹുവിനെ സംശയിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ സംശയത്തിന്റെ പേരിൽ നാം അല്ലാഹുവിന് പകരക്കാരെ ഉണ്ടാക്കുന്നു. വലിയകളെയും ശൈഖുകളെയും ദേവികളെയും ദേവന്മാരെയും. വിശദീകരിച്ച് സമയം കളയുന്നില്ല. ഇനി കളയാനുള്ള സമയമല്ല, വിശദീകരിക്കാനുള്ള സമയവുമല്ല. കാര്യ ഗൗരവത്തോടുകൂടി ഇനി അങ്ങോട്ട് സഞ്ചരിക്കാനുള്ള സമയമാണ്. അള്ളാഹുവിനെ പകരക്കാരാക്കി അള്ളാഹുവിന്റെ ഷഹാദത്ത് ശരിയല്ല എന്ന് ഒന്നിക്ക് സംശയിച്ചതിന്റെ പേരിൽ, അല്ലെങ്കിൽ അള്ളാഹുവോടൊപ്പം മറ്റാരെങ്കിലും വേണം, ലാ ഇലാഹ ഇല്ലാഹു എന്ന കലിമക്ക് ഷഹാദ അല്ലാഹ് പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്കതിൽ വലിയ ഉറപ്പില്ല, എനിക്കെന്തെങ്കിലും കിട്ടണമെങ്കിൽ ഇന്ന ഷെയ്ഖ് വേണം, ഇന്ന വലിയ വേണം, ഇന്ന ദേവി വേണം, ഇന്ന ദേവൻ വേണം, വല്ലാഹി സുമ്മ വല്ലാഹി, അത് ഷഹാദത്തിനെ ബാത്തിലാക്കി കളയുന്ന കാര്യമാണ്. ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വിഷയം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഷഹാദ പറഞ്ഞത്. അല്ലാഹുവിനെ കൂടാതെ പ്രവാചകന്മാരും ആ ഷഹാദ പറഞ്ഞിട്ടുണ്ട്. വഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത്, ഇൽമിന്റെ അഹ്ലുകാരതിന് ഷഹാദ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ആ ഷഹാദ പ്രഖ്യാപിച്ചതാണ്. പ്രവാചകന്മാർ ആ ഷഹാദ പ്രഖ്യാപിച്ചവരാണ്. ഉലുൽ ഇൽമ്, ഇൽമുള്ളവരും ആ ഷഹാദ പ്രഖ്യാപിച്ചവരാണ്. അന്നഹു ലാ ഇലാഹ ഇല്ലാഹു. വീണ്ടും അല്ലാഹു ആവർത്തിച്ചു ആ ആയത്തിൽ, നിങ്ങൾക്ക് അല്ലാഹു അല്ലാതെ വേറെ ആരുമില്ല കേട്ടോ, അത് നിങ്ങൾ ഉറപ്പിച്ചുകൊള്ളണം. അതുകൊണ്ട് നിങ്ങളും ഷഹാദ പറയണം. ഞാൻ ഷഹാദത്തിലാണ്, അതുകൊണ്ട് നിങ്ങളും ഷഹാദ പറയണം എൻ്റെ അടിമയാകണമെങ്കിൽ. തയ്യാറുണ്ടോ? ഉണ്ട് അല്ലാഹുവേ, തയ്യാറുണ്ട്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലേ? 5 നേരം ബാങ്ക് വിളിക്കുന്ന സന്ദർഭത്തിൽ ഷഹാദത്ത് ആവർത്തിക്കാൻ പറഞ്ഞത് എന്തിന്റെ പേരിലാണ്? ബറക്കത്തിന് വേണ്ടിയിട്ടല്ല. ഏത് സമയത്തും അത് പാഴാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഉറപ്പിച്ചുകൊണ്ടേയിരിക്കണം, ആവർത്തിച്ചുകൊണ്ടേയിരിക്കണം. ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിൻ പറയുന്നത് പോലെ പറയണം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഅദ്ദിൻ പറയുമ്പോൾ വഅന അശ്ഹദു എന്ന് പറയ സുന്നത്തുണ്ട് എന്ന് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വഅന,
അതെ, ഞാനും അങ്ങനെ തന്നെയാണെന്നാ വാക്കിന്റെ അർത്ഥം. വെറും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. കേൾക്കുന്ന ആള് വഅന, ഞാനും അങ്ങനെ തന്നെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയണമെന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഷഹാദ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണത്. നിസ്കാരത്തിന്റെ അവസാനത്തെ ഫർളാണ് അത്തഹിയാത്ത്. തശഹുദ് എന്നാണ് അതിന്റെ പേര്. അത്തഹിയാത്ത് നമ്മളിട്ട പേരാണ്. അല്ലാഹു അല്ലാഹുവിന്റെ റസൂൽ അതിന് തശഹുദ് എന്നാ പേരിട്ടത്. തശഹുദ് ഷഹാദത്ത് ഉറപ്പിക്കുക, അതാണ് അവസാനം നടക്കേണ്ട ജോലി. അതിന്റെ മുഖവുരയാണ് അത്തഹിയാത്ത്. അത്തഹിയാത്തു ലില്ലാഹ് വസ്സലവാത്തു വത്തയ്യിബാത്ത് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അതിന്റെ മുഖവുരയാണ്, തശഹുദിന്റെ മുഖവുരയാണ്. എന്നിട്ട് വിഷയത്തിലേക്ക് കടക്കുക. എന്താണ് വിഷയം? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് മുഴുവൻ നിസ്കാരത്തിനും അത് ആവശ്യമാണ്. ഏത് നിസ്കാരം നിർവഹിക്കുന്നുണ്ടെങ്കിലും തശഹുദ് ആവശ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ അറിയിക്കുകയാണ്, ദാ ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കണം. ഏത് ശൈഖും ഇടയ്ക്ക് കടന്നു വരാം, ഏത് വലിയും ഇടയ്ക്ക് കടന്നു വരാം, ഏത് ദേവിയും കടന്നു വരാം, ദേവനും കടന്നു വരാം. ചിലപ്പോൾ അള്ളാഹ്ക്ക് പകരം അള്ളയായിട്ട് തന്നെ കടന്നു വരാം. ചിലപ്പം ശരീക്കൻ അള്ളാഹ്ക്ക് പാർട്ട്ണറായിട്ട് കടന്നു വരാം. ചിലപ്പോൾ റഹീറൻ അള്ളാഹ്ക്ക് സഹായിയായിട്ട് കടന്നു വരാം. ചിലപ്പോൾ ഷഫീഅൻ അള്ളാഹിനോട് ശുപാർശ പറയുന്ന ആളായിട്ട് കടന്നു വരാം. വസീലൻ ചിലപ്പോൾ അള്ളാഹിന്റെ ഇടയാളായിട്ട് കടന്നു വരാം. ഏത് രീതിയിൽ കടന്നു വന്നാലും നിങ്ങളെ ഷഹാദ ബാത്തിലാകും. അതുകൊണ്ട് ഷഹാദത്ത് ഉറപ്പിച്ചോ. അല്ലെങ്കിൽ പിന്നെ എന്തർത്ഥമാ സുഹൃത്തുക്കളെ ഈ പറഞ്ഞ? അല്ലെങ്കിൽ വെറും ഒരു മാമൂലടിസ്ഥാനത്തിൽ മന്ത്രവാദികളെ മാതിരി ഇങ്ങനെ ചൊല്ലിത്തീർക്കാനുള്ളതാണോ ഇത്? അല്ല, അർത്ഥം അറിഞ്ഞ് മനസ്സിൽ ക്ലിയറാക്കി പ്രഖ്യാപിക്കാനുള്ളതാണിവ. ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു. അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾ മാത്രമല്ല വൽ മലായികത്തു, മലക്കുകളും ഈ ഷഹാദത്തിലാണ്. മലക്കുകളും ഈ ഷഹാദത്തിലാണ്. ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു വൽ മലായിക, മലക്കുകളും ഈ ഷഹാദത്തിലാണ്. വ ഉലുൽ ഇൽമി, ഇൽമുള്ളവരും ഈ ഷഹാദത്തിലാണ്. അംബിയാ മുസ്ലിങ്ങളും ഈ ഷഹാദത്തിലാണ്. ഖായിമൻ ബിൽ ഖിസ്ത്, അതാണ് നീതി നിർവഹണത്തിന്റെ പൂർണ്ണത. ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ നീതിയിൽ ഏറ്റവും വലിയ നീതി എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഷഹാദ കൊടുക്കലും ആ ഷഹാദത്തനുസരിച്ച് ജീവിക്കലും ആണ്. ഉടൻ തന്നെ പ്രഖ്യാപിച്ചു നാം അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. എങ്ങനെയാണ് നാം ആ ഷഹാദത്ത് ജീവിതത്തിൽ പകർത്തുക? എങ്ങനെയാണ് അത് പ്രാവർത്തികമാക്കുക? ഈ ഉടമ്പടി എങ്ങനെയാണ്, ആ കരാർ എങ്ങനെയാണ് പ്രാവർത്തികമാക്കുക? അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരേണ്ടത് എങ്ങനെയാണ്? അല്ലാഹുവേ, നീ നിയോഗിച്ചയച്ചു തന്ന മുഹമ്മദ് എന്ന അടിമയുടെ റിസാലത്തിനെയും നുബുവത്തിനെയും പരിഗണിച്ചുകൊണ്ടായിരിക്കും ഞാൻ അത് പൂർത്തിയാക്കുക. ശരിയാണോ? ആണല്ലാഹുവേ, ശരിയാണ്. മുഹമ്മദ് അല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു ഷെയ്ഖിനെ പിന്നാലെ പോകുമോ? ഇല്ല. ഏതെങ്കിലും ഒരു വലിയന്റെ പിന്നാലെ പോകുമോ? ഇല്ല. ഏതെങ്കിലും ഒരു ഉസ്താദിന്റെയോ തങ്ങളെയോ പിന്നാലെ പോകുമോ? ഇല്ല. ഏതെങ്കിലും സംഘടനയുടെയോ തരീഖത്തിന്റെയോ പിറകെ പോകുമോ? ഇല്ല. പിന്നെ നീ എന്ത് ചെയ്യും? അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. മുഹമ്മദ് ഈ റിസാലത്ത് എന്നോട് എന്താണോ ആവശ്യപ്പെടുന്നത് അതനുസരിച്ച് ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്ന ഷഹാദ പ്രാവർത്തികമാക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗൗരവമുള്ള വിഷയമാണ് എന്ന്. ഇത് പഠിക്കാത്തവർക്ക് ഒരു ഉപകാരം ചെയ്യില്ല, മെമ്പർഷിപ്പുകാർക്ക് ഒരു ഉപകാരം ചെയ്യില്ല. വളരെ ആത്മാർത്ഥമായി തൗഹീദ് എൻ്റെ ആഖിറത്തിൻ്റെ ആവശ്യമാണ്, എൻ്റെ അള്ളാഹും ഞാനും തമ്മിലുള്ള കരാറാണ്. കരാറിൽ വെച്ച് ഏറ്റവും വലിയ കരാർ അള്ളാഹുമായിട്ടുള്ള കരാറാണ്. ആ കരാർ ഞാൻ പൂർത്തിയാക്കുക തന്നെ ചെയ്യുമെന്ന് ദൈനംദിന ജീവിതത്തിൽ സ്വന്തത്തോട് ഉറപ്പിച്ച് തറപ്പിച്ച് പറയുന്നവർക്ക് മാത്രമുള്ളതാണ്. അല്ലാത്തവർക്ക് ഇത് ഉപകാരം ചെയ്യില്ല. മുഹമ്മദ് ഈ റിസാലത്ത് എങ്ങനെയാണ് നടപ്പിലാക്കുക? 5 രീതിയിൽ അത് നടപ്പിലാക്കണം. ഒന്ന്, ബിംതിസാലി അവാമിരിഹി, ആ മുഹമ്മദ് എന്താണോ കൽപ്പിക്കുന്നത് അത് ഞാൻ അനുസരിച്ചിരിക്കും. കാരണം മുഹമ്മദുൻ റസൂലുള്ളാഹ്. അതുകൊണ്ട് രണ്ടാമത്തത് വജ്തിനാബു നവാഹീഹി, ആ മുഹമ്മദ് എന്താണോ നിരോധിക്കുന്നത് എന്നോട് അത് ഞാൻ ഒഴിവാക്കിയിരിക്കും. എന്താ കാര്യം? അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഉസ്താദ് പറഞ്ഞതുകൊണ്ടല്ല, ഇമാമ് പറഞ്ഞതുകൊണ്ടല്ല, ഷെയ്ഖ് പറഞ്ഞതുകൊണ്ടല്ല, തങ്ങൾ പറഞ്ഞതുകൊണ്ടുമല്ല, ഖത്തീബും ഇമാമും പറഞ്ഞതുകൊണ്ടുമല്ല, മറിച്ച് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അത് ഒഴിവാക്കും.
വിശദീകരിക്കാൻ നമുക്ക് ഉദ്ദേശിക്കുന്നില്ല. മൂന്നാമത്തെ കാര്യം എന്താണ്? മൂന്നാമത്തെ കാര്യം വത്തസ്ദീഖു ബിമാ അഖ്ബർ അൽ-ഇംതിസാലു ബിമാ അമർ വൽ ഇജ്തിനാബു അമ്മാ നുഹിയ അൻ. നിരോധിച്ചത് എന്താണോ അത് ഒഴിവാക്കും. വത്തസ്ദീഖു ബിമാ അഖ്ബർ, വത്തസ്ദീഖു ബിമാ അഖ്ബർ. അല്ലാഹു അക്ബർ. ആ മുഹമ്മദ് മുസ്തഫാന്റെ നാവിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ചിലപ്പോൾ 99.5% ആൾക്കാരും അതിനെതിരായിരിക്കും. പക്ഷെ എൻ്റെ മുഹമ്മദ് സ്വല്ലല്ലാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ സത്യപ്പെടുത്തിയിരിക്കും. എന്തുകൊണ്ട്? അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. മുഹമ്മദ് അള്ളാന്റെ റസൂലാണ്. അത് ഞാൻ ജീവിച്ച് തെളിയിക്കുമെന്ന് അള്ളാഹ് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞിട്ട് തെളിയിക്കുന്നല്ല ഉറപ്പ്, അത് ഞാൻ എഴുതി തെളിയിക്കുന്നല്ല ഉറപ്പ്, ഞാനത് പ്രവർത്തിച്ച് തെളിയിക്കാൻ തയ്യാറാണ്. അത് മുഹമ്മദ് മുസ്തഫ എന്ത് തന്നെ പറഞ്ഞാലും മാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. 100% സയൻസിന് ഘടകവിരുദ്ധമായിരിക്കും. അതെനിക്ക് വിഷയമല്ല. എൻ്റെ ഹബീബ് പറഞ്ഞതാണെങ്കിൽ ഞാൻ അംഗീകരിച്ചിരിക്കും. എന്തുകൊണ്ട്? ഞാൻ അള്ളാഹ്ക്ക് ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ട്, മുഹമ്മദ് ഈ റിസാലത്തനുസരിച്ച് ജീവിച്ചോളാമെന്ന്. അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. നാലാമത്തത് വൽഇബാദത്തു ബിമാ ശറഅ, വൽഇബാദത്തു ബിമാ ശറഅ. മുഹമ്മദ് മുസ്തഫ റിസാലത്തിന്റെ കയ്യൊപ്പോടെ ശരീഅത്തിൽ എന്താണോ ഉൾക്കൊള്ളിച്ചത് അത് ഞാൻ ഇബാദത്തായി അംഗീകരിക്കും. വൽഇബാദത്തു ബിമാ ശറഅ. ആ മുഹമ്മദ് മുസ്തഫ റിസാലത്തിന്റെ കയ്യൊപ്പോടെ ശരീഅത്തിൽ ഇന്നത് ഇബാദത്താണെന്ന് പറഞ്ഞാൽ ഞാൻ അത് ചെയ്തിരിക്കും. അല്ലാത്ത ഒന്ന് ഒരു ഉസ്താദ് പറഞ്ഞു ഇന്നത് നല്ല കാര്യമാണ്, ഒരു തങ്ങൾ പറഞ്ഞു നല്ല കാര്യമാണ്, ഒരു ഇമാമ് പറഞ്ഞു നല്ല കാര്യമാണ്, ആയിരക്കണക്കിന് കിതാബിൽ ഇത് നല്ല കാര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മുഹമ്മദ് ഈ റിസാലത്തിന്റെ കയ്യൊപ്പിൽ ശരീഅത്തിൽ അതില്ല, ഞാനത് നിർവഹിക്കുന്ന പ്രശ്നമില്ല. എന്തുകൊണ്ട്? ഞാനൊരു കാര്യം ചെയ്യണമെങ്കിൽ അതിന് റിസാലത്തിന്റെ കയ്യൊപ്പ് വേണം. ഈ 4 കാര്യങ്ങൾ ഞാൻ ഏത് വിഷയത്തിലും സ്വീകരിക്കും. ആ വിഷയം പൂർത്തിയാക്കുന്ന, ആ ഇബാദത്ത് പൂർത്തിയാക്കുന്ന അതിന്റെ ക്വാണ്ടിറ്റിയിൽ ഞാൻ റിസാലത്ത് അംഗീകരിച്ചിരിക്കും. ക്വാണ്ടിറ്റി വേറൊരാൾക്കും അതിൽ കൈകടത്താൻ പറ്റുകയില്ല. അതിന്റെ ക്വാളിറ്റിയിൽ ഞാൻ റിസാലത്തിനെ അംഗീകരിച്ചിട്ടേ ചെയ്യുള്ളൂ. ക്വാണ്ടിറ്റി ഇത്ര ചെയ്യണം, ഇന്നത് ചെയ്യണം, 33 ദിക്ർ ചെല്ലണം നിസ്കാരത്തിന് ശേഷം, അത് ഞാൻ 34 ആക്കുന്ന പ്രശ്നമില്ല. എന്തുകൊണ്ട്? അത് റിസാലത്തിന്റെ കയ്യൊപ്പോടെ ശറഅ് അനുവദിച്ചു തന്ന ഇബാദത്താണ് നിസ്കാരത്തിന് ശേഷം 33 തസ്ബീഹ് ചെല്ലുക എന്നുള്ളത്. അതെനിക്ക് സമയമുണ്ട്, അതുകൊണ്ട് ഒരു 66 നോ, അത് ഷഹാദത്തിനെതിരാണ്. ഈ രീതിയിൽ അഷ്റഫുൽ ഖൽഖ് എന്താണോ ക്വാണ്ടിറ്റി നിശ്ചയിച്ചിരിക്കുന്നത് ആ ക്വാണ്ടിറ്റിക്കപ്പുറത്ത് മൊല്ലമാരുടെ വക, പുരോഹിതന്മാരുടെ വക ഇത്ര ഖുർആൻ സൂറത്ത് ഇത്ര ഓതണം, ഇന്ന കാര്യം നേടാൻ, വല്ലാഹി അത് അള്ളാഹുവിന്റെ മേൽ കള്ളം പറയലാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ റിസാലത്തിന്റെ മേൽ കള്ളം പറയലാണ്. എന്തുകൊണ്ട്? ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും തീരുമാനിക്കാനുള്ള അധികാരം ആർക്കേ ഉള്ളൂ? റിസാലത്തിന്റെ കയ്യൊപ്പോടെ ശരീഅത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. ഇനി അതേപോലെ തന്നെ സമയകാലങ്ങൾ, ഇന്ന സമയത്ത് ഇന്നത് ചെയ്യണമെന്ന് ആ സമയം നിശ്ചയിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? റസൂലുള്ളാഹിക്കാണ്. അതേ ഞാൻ ചെയ്യുള്ളൂ. റസൂൽ നിശ്ചയിച്ച സമയത്തല്ലാതെ വേറൊരു സമയം ആരെന്ത് പറഞ്ഞാലും ഞാൻ അംഗീകരിക്കുന്ന പ്രശ്നമില്ല. കാരണം മുഹമ്മദ് ഈ റിസാലത്തിന്റെ കയ്യൊപ്പോടെ പ്രവർത്തിച്ച് തെളിയിക്കാമെന്ന് ഞാൻ എൻ്റെ അള്ളാഹ്ക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അതേപോലെ തന്നെ കാലം, ഇന്ന കാലത്ത് ഇന്നത് ചെയ്യണം. അതേപോലെ തന്നെ സ്ഥലം, സ്ഥലകാല സമയം അത് റിസാലത്തിന്റെ കയ്യൊപ്പോടെ ശരീഅത്ത് തീരുമാനിച്ചിരിക്കണം. മാസങ്ങളെ കാര്യം എടുക്കുകയും, ഒരു മാസത്തിന്, ഒരു വർഷത്തിന് 12 മാസം എന്നത് ഖുർആന്റെ നസ്സാണ്, അഷ്റഫുൽ ഖൽഖിന്റെ സുന്നത്താണ്. അതുകൊണ്ട് ഞാൻ അംഗീകരിക്കും. അത് ഒരു പുതിയ കലണ്ടർ വന്നു, 24 മാസം ഒരു കൊല്ലത്തിന്, ഞാൻ അംഗീകരിക്കുന്ന പ്രശ്നമില്ല. അതെന്റെ ഖുർആന്റെ നസ്സിനെതിരാണ്. എന്താണ് ഖുർആൻ? ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റ. അള്ളാഹുവിന്റെ അടുക്കൽ അംഗീകരിക്കപ്പെട്ട മാസങ്ങൾ ഒരു വർഷത്തിന് 12 മാസമാണ്. ഈ 12 മാസത്തിൽ റിസാലത്തിന്റെ കയ്യൊപ്പോടെ ശരീഅത്തിൽ ഇബാദത്തിന്റെ മാസമായി പരിഗണിച്ചത് 12 മാസം ഉണ്ടോ? ഇല്ല. 7 മാസം മാത്രമേ
റിസാലത്തിന്റെ കയ്യൊപ്പോടെ ശരീഅത്ത് അനുവദിച്ചു തന്ന മാസങ്ങളായി ഗണിക്കപ്പെടുകയുള്ളൂ. റജബ്, ശഅബാൻ, റമളാൻ, ശവ്വാൽ, ദുൽഖഅദ്, ദുൽഹിജ്ജ, മുഹറം. ഈ 7 മാസം റിസാലത്തിന്റെ കയ്യൊപ്പോടെ ശരീഅത്തിൽ അനുവദിച്ചു തന്ന പുണ്യമാസങ്ങളാണ്. ഈ 7 മാസങ്ങളിൽ 2 മാസത്തിന് സമയത്തിന് മാത്രമേ പ്രത്യേകതയുള്ളൂ. പ്രത്യേകമായ ഒരു അമലും ശരീഅത്ത് അനുവദിച്ചു തന്നിട്ടില്ല. റജബും ദുൽഖഅദും മാസമാണത്. റജബ് മാസം പുണ്യമാസമാണ്. ആ പുണ്യത്തെ പറ്റി മാത്രമേ പറഞ്ഞു തന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഇന്ന് അമലും റജബിൽ ചെയ്യണമെന്ന് ശരീഅത്ത് നിർദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് ഏത് ഉസ്താദ് റജബിൽ ഇന്ന അമലുണ്ടെന്ന് പറഞ്ഞാലും അത് മർദൂദ്. റജബ് 27 നോമ്പ് നോക്കണമെന്ന് ഏത് തങ്ങൾ പറഞ്ഞാലും അത് മർദൂദ്, തള്ളപ്പെടേണ്ടതാണ്. കാരണം റിസാലത്തിന്റെ കയ്യൊപ്പോടെ ശരീഅത്തിൽ അങ്ങനെ ഒരു നോമ്പ് റജബിൽ നിശ്ചയിച്ചു തന്നിട്ടില്ല. റജബ് മാസത്തെ ആ സമയത്തെ മാസത്തെ മാത്രമേ പരിഗണിക്കാൻ, ആദരിക്കാൻ നാം ബാധ്യതയുള്ളൂ. ആ മാസത്തിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം, ഏതായാലും അല്ലാഹു തആല ബഹുമാനിച്ച മാസമല്ലേ, റസൂലുള്ള ബഹുമാനിച്ച മാസമല്ലേ, അതുകൊണ്ട് ഇത്ര സലാത്ത് ഇരിക്കട്ടെ, ഇത്ര നിസ്കാരം ഇരിക്കട്ടെ, ഇത്ര ദിക്റൊക്കെ ഇരിക്കട്ടെ, വല്ലാഹി അത് അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ കളവ് പറയല. അത് നുബുവത്തിനെ റിസാലത്തിലുള്ള ഷഹാദ ബാത്തിലാക്കുന്നതിന് കാരണമായി തീരുന്നതാണ്. പിന്നെ ഒന്ന് ദുൽഖഅദ് മാസമാണ്. ദുൽഖഅദ് മാസം ആദരവിന്റെ മാസമാണ്. ഹുറും അർബഅത്തുൻ ഹുറും മിൻഹാ അർബഅത്തുൻ ഹുറും. 4 മാസം ആദരണീയമാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞിരിക്കുന്ന 4 മാസത്തിൽ ഒരു മാസം ദുൽഖഅദ് മാസമാണ്. ഒന്ന് റജബാൻ, പിന്നെ ദുൽഖഅദ്. ദുൽഖഅദ് മാസത്തിൽ പ്രത്യേകമായ എന്തെങ്കിലും ഇബാദത്തുണ്ടോ? ഇല്ല. എന്തെങ്കിലും ദിക്റുണ്ടോ? ഇല്ല. എന്തെങ്കിലും പ്രത്യേക ദുആ ഉണ്ടോ മാസത്തെ പരിഗണിച്ചുകൊണ്ട്? ഇല്ല. എന്തുകൊണ്ടില്ല? റിസാലത്തിന്റെ കയ്യൊപ്പോടെ ശരീഅത്തിൽ അങ്ങനെ ഒന്നും പറഞ്ഞു തന്നിട്ടില്ല. അതുകൊണ്ടില്ല. അപ്പൊ ദുൽഖഅദ് മാസം നല്ല മാസമാണെന്ന് ഏതാനും പറഞ്ഞിട്ടില്ലേ? ഉണ്ട്. അതുകൊണ്ട് ഇന്ന നല്ല കാര്യം, ഇത്ര ഒരു സലാത്ത്, അല്ലെങ്കിൽ ഇത്ര ദിക്ർ, അല്ലെങ്കിൽ ഇന്ന ദുആ, അല്ലെങ്കിൽ ഖുർആൻ ഇന്നൊരു സൂറത്ത് മൊല്ലമാരെടുത്തിട്ട് അന്യായികളോട് പറയുന്നു. അന്യായികളെടുത്തു വല്ലാഹി അത് അഷ്റഫുൽ ഖൽഖിന്റെ മേൽ കള്ളം പറയല. കാരണം ദുൽഖഅദ് മാസത്തിന്റെ പേരിൽ ഒരു അമലും ശരീഅത്ത് നടപ്പിലാക്കി തന്നിട്ടില്ല. അതേസമയത്ത് ശഅബാൻ ആദരവിന്റെയും മാസമാണ്, അനുഷ്ഠാനത്തിന്റെയും മാസമാണ്. ശഅബാനിൽ ഒട്ടനവധി ഇബാദത്തുകൾ അല്ലാഹുവിന്റെ റസൂൽ തർത്തീബാക്കി തന്നിട്ടുണ്ട് ശരീഅത്തിൽ റിസാലത്തിന്റെ കയ്യൊപ്പോടെ. റമളാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല, ആദരവിൻ്റെതാണ്, അനുഷ്ഠാനത്തിൻ്റെതും ആണ്. ശവ്വാൽ ആദരവിൻ്റെതാണ്, അനുഷ്ഠാനത്തിൻ്റെതും ആണ്. ചെറിയ പെരുന്നാൾ ശവ്വാൽ 1-നാണ്. 6 നോമ്പ് ശവ്വാൽ മാസത്തിലാണ്. അതൊക്കെ ശവ്വാൽ മാസത്തിന്റെ പ്രത്യേകതയാണ്. റിസാലത്ത് അനുവദിച്ചു തന്നതാണ്, ശരീഅത്ത് അനുവദിച്ചു തന്നതാണ്. അതിനെ ആദരിക്കലും നിർബന്ധമാണ്. ഈ പറയപ്പെട്ട അമാലുകളെ കൊണ്ട് അതിനെ പോരിശപ്പെടുത്തലും നമ്മുടെ മേൽ അത്യാവശ്യമാണ്. എന്തുകൊണ്ട്? അശ്ഹദു അന്ന മുഹമ്മദർ റസൂൽ. തൊട്ട് വന്നു ദുൽഹജ്ജ് മാസം, ആദരവിൻ്റെതാണ്, അനുഷ്ഠാനത്തിൻ്റെതാണ്. ആർക്കാ സംശയം? വിശദീകരിക്കേണ്ടിയില്ല. ദുൽഹജ്ജ് മാസത്തെ ആദരിക്കണം. ആ മാസത്തിൽ പറയപ്പെട്ട അമാലുകൾ കൃത്യമായി നിർവഹിക്കുകയും ചെയ്യണം. എന്തുകൊണ്ട്? അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ള. ഏതെങ്കിലും ഒരു ഉസ്താദ് പറഞ്ഞുകൊണ്ടല്ല, ഏതെങ്കിലും തങ്ങൾ പറഞ്ഞുകൊണ്ടല്ല, ഏതെങ്കിലും ഇമാമ് പറഞ്ഞതുകൊണ്ടും അല്ല. മുഹമ്മദി റിസാലത്തിന്റെ കയ്യൊപ്പോടെ ശരീഅത്തിൽ അനുവദിച്ചു തന്നതുകൊണ്ട്. പിന്നെ ഒന്ന് മുഹറം മാസം, ഇബാദത്തിൻ്റെതാണ്, ആദരവിൻ്റെതാണ്, ഇക്റാമിൻ്റെതാണ്. ആദരിക്കാനും ബാധ്യസ്ഥരാണ് നാം. മുഹറത്തിൽ 1 മുതൽ 10 വരെ നോമ്പ് വെക്കാനും ബാധ്യസ്ഥരാണ് നാം. ഈ 7 മാസം കഴിച്ചു ബാക്കി 5 മാസം വല്ലാഹി ശരീഅത്തും ദീനുൽ ഇസ്ലാമുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത മാസങ്ങളാണ്. സഫർ, റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ, ജുമാദുൽ അവ്വൽ, ജുമാദുൽ ആഖിർ. ഈ 5 മാസങ്ങൾ റിസാലത്തിന്റെ കയ്യൊപ്പോടെ ശരീഅത്തിൽ ഒരമലും തർത്തീബാക്കി തന്നിട്ടില്ല. ഇത് ആദരവിന്റെ മാസവുമല്ല, അനുഷ്ഠാനത്തിന്റെ മാസവുമല്ല. അതുകൊണ്ട് തന്നെ ഒറ്റ വാക്കിൽ റബീഉൽ അവ്വൽ എന്താണ് എന്തല്ല എന്ന് മനസ്സിലാക്കാൻ ഈ അടിസ്ഥാന പ്രമാണം അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ള മാത്രം മതി. വിശദീകരണം ബുദ്ധിയുള്ളവർക്ക് ആവശ്യമില്ല. ബുദ്ധിയുള്ളവർക്ക് ഇശാറത്ത് മാത്രം മതി. അല്ലാത്തവർക്ക് എത്ര വിശദീകരിച്ചിട്ടും കാര്യവുമില്ല. കാരണം ഫീ ഖുലൂബിഹിം മറളുൻ ഫസാദഹുമുല്ലാഹു മറള. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഷ്റഫുൽ ഖൽഖിനെ സംബന്ധിച്ച് 2 രീതിയിലുള്ള അറിവുകളാണ് നമ്മുടെ കയ്യിലുള്ളത്. ഒന്ന് റിസാലത്തിന്റെ കയ്യൊപ്പോടെ ശരീഅത്തിന് അനുവദിച്ചു തന്നിരിക്കുന്ന ശരീഅത്തിന്റെ ഇൽമ്. രണ്ടാമത്തത് അഷ്റഫുൽ ഖൽഖിന്റെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട അറിവുകൾ.
റസൂലുള്ളാഹി തങ്ങളുടെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയം, അതിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് നടപ്പിലാക്കണമെങ്കിൽ അത് ശരീഅത്തിൽ റിസാലത്തിന്റെ കയ്യൊപ്പോടെ സമ്മതം വേണം. അഷ്റഫുൽ ഖൽഖിന്റെ ജന്മം അത് റസൂലുള്ളാഹി തങ്ങളുടെ വ്യക്തിപരമായ കാര്യമാണ്. ആ ജന്മവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം, ഒരു ഇബാദത്ത് നമ്മൾ നിർവഹിക്കണമെങ്കിൽ റിസാലത്തിന്റെ കയ്യൊപ്പ് വേണം. അതെ, അഷ്റഫുൽ ഖൽഖ് പറഞ്ഞു, തിങ്കളാഴ്ച നോമ്പ് നോക്കണം. ഫീഹി വുലിത്തു, തിങ്കളാഴ്ചയാണ് എൻ്റെ ഉമ്മ എന്നെ പെറ്റത്. അപ്പൊ നമുക്ക് ഇബാദത്തായി മാറി. എല്ലാ ആഴ്ചയും ഒരാഴ്ച, ഒരു വർഷത്തിൽ 52 വെള്ളി തിങ്കളാഴ്ചകളുണ്ട്. ആ 52 തിങ്കളാഴ്ചകളിലും ഒരു നോമ്പ് നോക്കും മുഅ്മിനീങ്ങൾ, മുവഹിദുകൾ. എന്താണ് അയാളെ നിയത്ത്? എൻ്റെ അഷ്റഫുൽ ഖൽഖിനെ പെറ്റ ദിവസമാണിത്. സുബ്ഹാനല്ലാഹ്, നിയത്ത് തന്നെ. കാരണം അല്ലാഹു റസൂൽ റിസാലത്തിന്റെ കയ്യൊപ്പോടെ സമ്മതിച്ചെന്ന വിഷയമാണത്. ഫീഹി വുലിത്തു, തിങ്കളാഴ്ച. സുഇല അൻ യൗമിൽ സൗമിൽ ഇസ്നൈൻ, തിങ്കളാഴ്ചന്റെ നോമ്പിനെ സംബന്ധിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഫീഹി വുലിത്തു, തിങ്കളാഴ്ചയാണ് ഞാൻ എൻ്റെ ഉമ്മ എന്നെ പെറ്റത്. വഫീഹി ബുഇസ്തു, ഞാൻ നബിയും റസൂലുമായിട്ട് വന്നത് ഒരു തിങ്കളാഴ്ചയാണ്. അപ്പൊ നേരത്തെ സൂചിപ്പിച്ച 5 കാര്യങ്ങൾ, സമയകാല ബന്ധങ്ങൾ, സ്ഥലകാല ബന്ധങ്ങൾ, റിസാലത്തിന്റെ കയ്യൊപ്പോടെ വകവെച്ചു കൊടുക്കാനേ നമുക്ക് നിവൃത്തിയുള്ളൂ. വ്യക്തിപരമായ കാര്യങ്ങളിൽ റിസാലത്ത് ശരീഅത്ത് കൈയിട്ടിട്ടുണ്ടെങ്കിൽ അത് സ്വീകരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 11 വിവാഹം കഴിച്ചു. അഷ്റഫുൽ ഖൽഖിന്റെ വ്യക്തിപരമായ കാര്യമാണ്. അതിൽ 4 വിവാഹം കഴിക്കാമെന്നത് റിസാലത്തിന്റെ കയ്യൊപ്പോടെ ശരീഅത്ത് സമ്മതിച്ചതാണ്. അതിൽ കൂടുതൽ പറ്റുകയില്ല എന്നത്. അവിടെ റസൂലുള്ള കിട്ടിയില്ല, കൊണ്ട് എനിക്ക് ഇരിക്കട്ടെ ഒരു 10 എന്ന് പറഞ്ഞത് പറ്റിയാൽ ശരിയാവൂല. എന്തുകൊണ്ട്? അതിൽ അഷ്റഫുൽ ഖൽഖ് റിസാലത്തിന്റെ കയ്യൊപ്പോടെ വകവെച്ച് തന്നത് 4 വിവാഹം മാത്രമാണ് ഒരേ സമയം. അതിൽ കൂടുതൽ പ്രവാചകന്റെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. അതിലിടപെടാൻ നമുക്ക് പറ്റൂല. റബീഉൽ അവ്വൽ മാസവുമായിട്ട് 4 കാര്യങ്ങൾ ബന്ധമുണ്ട്. അഷ്റഫുൽ ഖൽഖിന്റെ ജീവിതവുമായിട്ട് 4 വിഷയത്തിൽ ബന്ധമുണ്ട് റബീഉൽ അവ്വൽ മാസത്തിന്. ഈ 4 വിഷയങ്ങളെ റിസാലത്തിന്റെ കയ്യൊപ്പോടെ ശരീഅത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടോ? ഇല്ല. ഇല്ലെങ്കിൽ പിന്നെ ഉസ്താദ് പറഞ്ഞു എന്നതുകൊണ്ട് റബീഉൽ അവ്വൽ ബഹുമാനമാകുന്നില്ല, തങ്ങൾ പറഞ്ഞു എന്നതുകൊണ്ട് ബഹുമാനമാകുന്നില്ല, ആയിരക്കണക്കിന് ഇമാമ ആയിരക്കണക്കിന് കിതാബിൽ എഴുതിയിട്ടുണ്ട് എന്നതുകൊണ്ടും അത് പ്രമാണമാകുന്നില്ല. റബീഉൽ അവ്വൽ മാസം റസൂലുള്ളാഹി തങ്ങളുടെ വ്യക്തിയുമായി ബന്ധപ്പെട്ടത്. ഒന്നാമത്തെ വിഷയം, ഒരഭിപ്രായത്തിൽ അഷ്റഫുൽ ഖൽഖിന്റെ ജന്മം നടന്നത് റബീഉൽ അവ്വൽ മാസത്തിലാണ്, റമളാൻ മാസത്തിലാണെന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്. അബുല്ലൈസു സമർഖന്ദി എഴുതി വെച്ചിരിക്കുന്നു തംബീഹുൽ ഗാഫിലീനിൽ മുഹറത്തിന്റെ ഫളായിൽ പറഞ്ഞിടത്ത് ഫീഹി വുലിദൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹറം 10 അന്നാണ് ആമിന റസൂലുള്ളാഹി തങ്ങളെ പ്രസവിച്ചത് എന്ന്. എന്തു മനസ്സിലായി? അഷ്റഫുൽ ഖൽഖിന്റെ ജന്മം എന്നത് ശരീഅത്തുമായി ബന്ധപ്പെട്ട വിഷയമല്ല, അത് അഷ്റഫുൽ ഖൽഖിന്റെ വ്യക്തിപരമായ കാര്യമാണ്. അത് ശരീഅത്തിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം, എന്തെങ്കിലും ഒരു സദഖ, എന്തെങ്കിലും ഒരു ദിക്ർ, എന്തെങ്കിലും ഒരു സലാത്ത് വേണമെങ്കിൽ അത് റിസാലത്തിന്റെ കയ്യൊപ്പോടെ ശരീഅത്തിൽ അഷ്റഫുൽ ഖൽഖിനെ അവതരിച്ചു തരണം. അഷ്റഫുൽ ഖൽഖിന് നുബുവത്ത് കിട്ടി 40 വയസ്സിൽ, എന്നിട്ട് 23 കൊല്ലം ജീവിച്ചിട്ടും റസൂലുള്ളാഹി തങ്ങളുടെ ജന്മവുമായി ബന്ധപ്പെട്ടൊരു വിഷയം റിസാലത്തിന്റെ കയ്യൊപ്പോടെ ശരീഅത്തിൽ ഉൾക്കൊള്ളിച്ചതായിട്ട് നമുക്ക് രേഖകളില്ല. രണ്ടാമത്തെ വിഷയം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിറാ പർവ്വതത്തിന്റെ ഗുഹയിലേക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ വേണ്ടി തുടങ്ങിയത് റബീഉൽ അവ്വൽ മാസത്തിലാണ്. ഖദീജ ബീവി, ഖദീജ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞ് ഞാൻ ഒറ്റയ്ക്ക് കുറച്ച് ദിവസം കഴിയട്ടെ ഖദീജ, മനസ്സിനൊരു സമാധാനമില്ല, മനസ്സിനൊരു സ്വസ്ഥതയില്ല. ഈ കൗമിന്റെ ഈ ജാറോത്സവം ഇത് കണ്ട് മടുത്തു ഖദീജ. അള്ളാഹുവിനെ അംഗീകരിക്കുക, എന്നിട്ട് അള്ളാഹിനെ കിട്ടാൻ വേണ്ടി ലാത്തയെ പോലെയുള്ള ജാറങ്ങളെ സമീപിക്കുക. ഈ ജാറ പൂജ കണ്ട് മടുത്തു ഖദീജ. ഒപ്പം പിന്നെ ഈ ഖുറൈശി സമൂഹത്തിന്റെ പ്രവർത്തനങ്ങൾ അതും കണ്ടിട്ട് എനിക്ക് മനസ്സ് നോവുന്നു ഖദീജ. എന്തെങ്കിലും ഒരു വഴി കാണുന്നില്ല, ഞാൻ പോവാൻ, ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ ഹിറയിലേക്ക് പോകുന്നത് റബീഉൽ അവ്വൽ മാസത്തിലാണ്. 6 മാസം ആ പോക്കും വരവും തുടർന്നു. 6ാമത്തെ മാസമായ റമളാനിലാണ് തീരുമാനമാകുന്നത്, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ ഹിറാ പർവ്വതത്തിന്റെ ഗുഹയിലേക്ക് പോയ ദിവസം റബീഉൽ അവ്വൽ മാസത്തിലാണ് ഞാൻ തുടങ്ങിയത്. അതുകൊണ്ട് നിങ്ങളും ചിലതൊക്കെ തുടങ്ങണമെന്ന് റിസാലത്തിന്റെ കയ്യൊപ്പോടെ ശരീഅത്തിന് അനുവദിച്ചു തന്നിട്ടുണ്ടെങ്കിൽ തീർച്ച നാം അത് ചെയ്തിരിക്കും. എന്തുകൊണ്ട്? നാം മുഹമ്മദി റിസാലത്തിന് ഷഹാദത്ത് പറഞ്ഞവരാണ്.
ഇല്ലേ? നാം അത് ആ ഭാഗം തിരിഞ്ഞു നോക്കുന്ന പ്രശ്നമില്ല. എന്തുകൊണ്ട്? വൽ ഇജ്തിനാബു അൻമാ നുഹിയ അൻഹു വൽ അമലു വൽ ഇംതിസാലു ബിമാ അമറ ബി. എന്താണോ കൽപ്പിച്ചത് അത് പ്രവർത്തിക്കും, എന്താണോ നിരോധിച്ചത് അത് ഞാൻ ഒഴിവാക്കും. അത് റിസാലത്തിന്റെ ഷഹാദത്തിന്റെ ഭാഗമാണ്. മൂന്നാമത്തെ സംഭവം നടക്കുന്നത് ഹിജ്റയാണ്. അഷ്റഫുൽ ഖൽഖ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്നത് റബീഉൽ അവ്വൽ മാസം 2 അന്നാണ്. ഏതാണ്ട് 12-14 ആവുമ്പോഴേക്ക് മദീനയിൽ ചെന്നു ചേരുന്നു ഹബീബായ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് റബീഉൽ അവ്വൽ മാസത്തിലാണ് നടന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് കലണ്ടർ ഉണ്ടാക്കുമ്പോൾ ഉമറുൽ ഖത്താബിന് അറിയാം അഷ്റഫുൽ ഖൽഖ് റബീഉൽ അവ്വലിലാണ് ഹിജ്റ ചെയ്തത്. എന്നിട്ടും ഹിജ്റ വർഷത്തിന്റെ തുടക്കം മുഹറമാക്കി ഉമർ റളിയല്ലാഹു തആല അൻഹു. എന്തുകൊണ്ട്? റിസാലത്തിന്റെ കയ്യൊപ്പോടെ ശരീഅത്തിൽ റബീഉൽ അവ്വൽ മാസത്തിനെ ഒരു ഇബാദത്തിന്റെയോ ശരീഅത്തിന്റെയോ മാസമായി അല്ലാഹുവിന്റെ റസൂൽ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ റബീഉൽ അവ്വൽ മാസത്തെ ആദരിക്കാൻ നമ്മളെക്കാൾ അർഹൻ ഉമർ റളിയല്ലാഹു തആല അൻഹു അല്ലേ? എന്തേ മുഹറം 1-ാമത്തെ മാസമായി? റബീഉൽ അവ്വൽ അല്ലേ 1-ാമത്തെ മാസമാക്കാൻ നല്ലത്? എന്നല്ലേ ഹിജ്റ നടന്നത്? 4-ാമത്തെ കാര്യം, അതെ, അവിടെയാണ് വിഷയം. ലോകത്ത് അന്നും ഇന്നുമുള്ള ജൂതന്മാർ 100% സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്ന, ഷിയാക്കൾ സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്ന ആ സംഭവം നടന്നത് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ്. അതേ ഹബീബായ മുത്തായ മുസ്തഫ റസൂലുള്ളാഹി ഈ ലോകത്തോട് വിട പറഞ്ഞത് ഒരു റബീഉൽ അവ്വൽ മാസം 12 തിങ്കളാഴ്ചയാണ്. ഇതിലാർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ഒരു ഇമാമിനും ഇക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഒരു പണ്ഡിതനും ഇക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഒരു തരത്തിലുള്ള ഒരു സംഘടനക്കും ഇക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. അതെന്തുകൊണ്ട് റബീഉൽ അവ്വൽ 12 ആഘോഷത്തിൻ്റെതായി? ജൂതൻ ആഗ്രഹിക്കുകയായിരുന്നു ആ മുഹമ്മദ് മുസ്തഫ ഒന്ന് മരിച്ചു കിട്ടാൻ. എന്തുകൊണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജൂതന്മാർക്കുള്ള എതിർപ്പ് ജിബ്രീൽ തെറ്റ് ചെയ്തു എന്നതിൻ്റെ പേരിലാണ്. ജിബ്രീൽ ഒരു അബദ്ധം പ്രവർത്തിച്ചു, അതുകൊണ്ട് ജിബ്രീലാണ് ഈ കാര്യത്തെ തെറ്റ് ചെയ്ത ആള് എന്ന് വാദിക്കുന്നു ജൂതന്മാർ. അത് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞു. മൻകാന അദുവൽ ലിജിബ്രീൽ എന്ന് പറഞ്ഞിട്ടുള്ള ആയത്തിൽ അത് വളരെ കൃത്യമായി അല്ലാഹു തആല വിശദീകരിച്ചു തന്നിട്ടുണ്ട്. എന്താണ് അവർ വിശ്വസിക്കുന്നത്? ഇസ്രായേലി വിഭാഗത്തിൽപ്പെട്ട ഒരാൾക്ക് നുബുവത്ത് റിസാലത്ത് കൊടുക്കാൻ, നുബുവത്തിന്റെ പട്ടം കൊടുക്കാനാണ് അല്ലാഹു ജിബ്രീലിനെ ഏൽപ്പിച്ചത്. ജിബ്രീൽ ഒന്നിക്കൽ അബദ്ധത്തിൽ അല്ലെങ്കിൽ മനഃപൂർവ്വം ചതിച്ചിട്ട് മുഹമ്മദി അറബ് വംശത്തിൽ ഇസ്മായിലി കുടുംബത്തിൽപ്പെട്ട മുഹമ്മദിന് കൊണ്ടു കൊടുത്തു. അതുകൊണ്ട് ജിബ്രീൽ അനീതി പ്രവർത്തിച്ചു. അതുകൊണ്ട് മുഹമ്മദിനെ റസൂലാക്കി അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഇതാണ് ജൂതന്റെ വാദം. ഇതേ വാദമാണ് ഷിഈയത്തിന്റെ വാദം, ഇറാനിയൻ ഷിഈയത്തിന്റെ വാദം. മുഹമ്മദിന് തെറ്റ്, ജിബ്രീലിന് തെറ്റുപറ്റി. അലിയിന് കൊടുക്കേണ്ട നുബുവത്ത് മുഹമ്മദിന് കൊടുത്തു ജിബ്രീൽ. അതുകൊണ്ട് ജിബ്രീൽ അപകടകാരികളാണ്. ആ വിഭാഗം ജിബ്രീലിനെ പൊളിച്ച തെറി പറയും. ഇപ്പോഴും ഇറാനിയൻ ഷിയാക്കൾ ഇപ്പോഴും ജിബ്രീലിനെ പൊളിച്ച തെറി പറയും, ജൂതന്മാർ തെറി പറയുന്നത് പോലെ. അതുകൊണ്ട് ഈ 2 വിഭാഗത്തിനും അഷ്റഫുൽ ഖൽഖൊന്നും മരിച്ചു കിട്ടുക എന്നുള്ളത് സന്തോഷത്തിന്റെ ദിവസമാണ്. റസൂലുള്ളാഹി തങ്ങളുടെ വഫാത്ത് സന്തോഷത്തിന്റെ ദിവസമാക്കിയത് ജൂതന്മാരാണ്. അഷ്റഫുൽ ഖൽഖിന്റെ വഫാത്ത് സന്തോഷത്തിന്റെ ദിവസമാക്കിയത് ഷിയാക്കളാണ്. അഹ്ലുസുന്നക്ക് അത് നോവിന്റെ ദിവസമാണ്. ബഹുമാനപ്പെട്ട സ്വഹാബാക്കൾ കരഞ്ഞ ദിവസം, മദീന മൗനമായ ദിവസം, മസ്ജിദുൻ നബവി മൗനമായ ദിവസം, ഫാത്തിമയടക്കമുള്ള മക്കള് കരഞ്ഞ് നിലവിളിച്ച ദിവസം, പ്രിയപ്പെട്ട സഹാബാക്കൾ പലരും ബോധം കെട്ട് വീണ ദിവസം, ആകാശത്തിലെ മലക്കുകൾ സങ്കടപ്പെട്ട് കരഞ്ഞ ദിവസം, പക്ഷിപർവ്വജാതികൾ സങ്കടപ്പെട്ട് കരഞ്ഞ ദിവസം, ആകാശഭൂമികൾ ദുഃഖിച്ച് കരഞ്ഞ ദിവസം, അഷ്റഫുൽ ഖൽഖിന്റെ വഫാത്ത് സഹിക്കാൻ കഴിയാത്തതിന്റെ പേരിൽ 2 വിഭാഗം മാത്രമാണ് അന്ന് സന്തോഷിച്ചത്. ഒന്ന് ജൂതന്മാരും ഒന്ന് ഷിയാക്കളും. ഇന്നും ജൂതന്മാരും ആ ദിവസം സന്തോഷത്തിൻ്റെതാണ്, ഷിയാക്കൾക്കും ഈ ദിവസം സന്തോഷത്തിൻ്റെതാണ്. എങ്ങനെ സാധിച്ചു മോമിനീങ്ങൾക്ക്? പാട്ട് കച്ചേരിയും കൂത്തും കൂത്താട്ടവുമായി റോഡലങ്കരിച്ച് ഡാൻസ് നൈറ്റും ഹറാമായ മ്യൂസിക്കും വെച്ച് റബീഉൽ അവ്വലിനെ വരവേറ്റ മോമിനീങ്ങൾ അപകടകാരികളാണ്. അവരെ ഹബീബിന്റെ ശത്രുക്കളാണ്. അവരെ ഹബീബിനെ ചീത്ത പറയുന്നവരാണ്. അവരെ ഹബീബിന്റെ വേർപാടിൽ സന്തോഷിച്ച് ചാപ്പാടടിക്കുന്നവരാണ്. നഊദു ബില്ലാഹ്. അവരെ ശർറിൽ നിന്നും അല്ലാഹുവിനോട് കാവലിനെ തേടുന്നത് മാത്രമേ നമുക്ക് നിവൃത്തിയുള്ളൂ.
വളരെ വ്യക്തവും ശക്തവുമായ കാര്യമാണിത്. അതുകൊണ്ട് തന്നെയാണ് അറിവുള്ള പണ്ഡിതന്മാര് പറഞ്ഞത്, ഹിജറ 3-മൂന്നാം നൂറ്റാണ്ടിലോ 4-ാം നൂറ്റാണ്ടിലോ ആണ് അത്തരത്തിലൊരു സന്തോഷം റബീഉൽ അവ്വലിൽ തുടങ്ങിയത്. അതെ, അപ്പോഴേക്കും ജൂതന്റെ എല്ലാ നിയന്ത്രണവും, ഷിയാക്കളുടെ മുഴുവൻ നിയന്ത്രണവും ജൂതൻ ഏറ്റെടുത്തു. അവർ സംയുക്തമായി ഇറാഖ് കേന്ദ്രമാക്കിക്കൊണ്ട് റബീഉൽ അവ്വൽ 12 അന്ന് ആഘോഷമാക്കി. ഹബീബ് വഫാത്തായി പോയതിൽ സന്തോഷിക്കാൻ അത് ക്രമേണ ഭരണാധികാരികൾ പിന്നെ ക്രമേണ ലോകത്ത് ഷിയാക്കൾ വേർന്ന് പന്തലിച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് ഷഹാദത്തിനെ മുജാറങ്ങളെ കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ബാത്തിലാക്കിയവർ, തരീഖത്ത് സൂഫി തരീഖത്തുകളെ കൊണ്ട് മുഹമ്മദി റിസാലത്തിന്റെ ഷഹാദത്തിനെ ബാത്തിലാക്കിയവർ, അവർ ലോകത്തെമ്പാടും വീണ്ടും പറന്നിച്ചു. മുവഹിദുകൾ വളരെ ചെറിയ ന്യൂനപക്ഷം, അഹ്ലുസുന്ന വളരെ ചെറിയ ന്യൂനപക്ഷം, അവർ നൊമ്പരത്തിന്റെ നാളുകളായി റബീഉൽ അവ്വലിനെ കണ്ടു. തീർച്ചയായും മറ്റു മാസങ്ങളിൽ തിങ്കളാഴ്ച നോമ്പനുഷ്ഠിക്കുന്നത് പോലെ ഈ റബീഉൽ അവ്വലിലെ തിങ്കളാഴ്ചയും മുസ്ലിം ഉമ്മ നോമ്പനുഷ്ഠിക്കും, മുഅ്മിനീങ്ങൾ നോമ്പനുഷ്ഠിക്കും. മുശ്രിക്കീങ്ങൾക്കും കാഫിരീങ്ങൾക്കും, ജാറങ്ങളെ കൊണ്ട് കാഫിറും മുശ്രിക്കുമായവർക്ക്, അതേപോലെ തന്നെ തരീഖത്ത് സൂഫി തരീഖത്തുകളെ കൊണ്ട് മുഹമ്മദി റിസാലത്ത് ദുർബലപ്പെടുത്തി കുഫറിൽ എത്തിച്ചേർന്നവർക്ക് ഈ റബീഉൽ അവ്വൽ 12 ഒരിക്കലും ഇബാദത്തിന്റെ ദിവസമല്ല. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ഇബാദത്തിന്റെ ദിവസമല്ല, ആഘോഷത്തിന്റെ ദിവസമാണ്. അവരാഘോഷിക്കും. നാം ആ ദിവസം തിങ്കളാഴ്ച യോജിച്ചു വന്നാൽ മറ്റ് തിങ്കളാഴ്ചകളെ പോലെ അന്ന് നോമ്പ് നോക്കും. റബീഉൽ അവ്വലിന്റെ തിങ്കളിന് ഒരു പ്രത്യേകതയുണ്ടെന്ന വിശ്വാസത്തോടെ നോമ്പ് നോറ്റാൽ വല്ലാഹി ആ നോമ്പ് ബിദ്അത്തിന്റെ നോമ്പാണ്. റബീഉൽ അവ്വലിലെ തിങ്കളാഴ്ചക്ക് എന്തോ പ്രത്യേകതയുണ്ട് എന്ന ഈമാനോടുകൂടിയാണെങ്കിൽ, അതെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദാഇൽ അവസാനത്തെ ഹജ്ജ്, ആ ഹജ്ജിന്റെ സമയത്ത് പറഞ്ഞു റസൂലുള്ളാഹി തങ്ങൾ സഹാബാക്കളോട്, ഖുദൂ അന്നി മനാസിക്കക്കും, ദാ ഹജ്ജ് കൃത്യമായി എന്നിൽ നിന്ന് നിങ്ങൾ പഠിച്ചുകൊള്ളണം, എന്നിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. ലഅല്ലി ലാ അൽഖാക്കും ബഅദ ആമി ഹാദാ, ഈ വർഷം കഴിഞ്ഞാൽ ചിലപ്പോൾ എന്നെ നിങ്ങൾ കണ്ടില്ല എന്ന് വന്നേക്കാം. ഞാനും നിങ്ങളും പരസ്പരം ഇതേപോലത്തെ ഒരു ദുൽഹജ്ജ് ഇനി കൈകാര്യം ചെയ്യുമെന്ന് തോന്നുന്നില്ല എന്ന് റസൂലുള്ളാഹി തങ്ങൾ സൂചിപ്പിച്ചത് അവിടുത്തെ വഫാത്ത് അടുത്തിരിക്കുന്നു എന്ന സൂചനയാണ്. പിറകെ സംഭവിച്ചത് എന്താണ്? അള്ളാഹു ഇൽമിൽ ഒരുപാട് ബറക്കത്ത് നസീബാക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ വല്ലാഹു അഅലം വഅസ്തഗ്ഫിറുല്ലാഹൽ അലീം ലീ വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അമ്മാ ബഅദ്. മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അന്ന് അറഫയുടെ ദിവസം അഷ്റഫുൽ ഖൽക്കിൻ്റെ നുബുവത്തിന് ശേഷമുള്ള ആദ്യത്തേതും അവസാനത്തേതുമായ ഹജ്ജ്. അതുകൊണ്ടാണ് നാം അതിന് ഹജ്ജത്തുൽ വിദാ, വിട പറയുന്ന ഹജ്ജ് എന്ന് പേരിട്ടത്. അന്ന് അറഫയുടെ ദിവസം അറഫായിൽ വെച്ച് അസറിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പൊതുപ്രഖ്യാപനം നടത്തി. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. വിവരമുള്ള ദീർഘദൃഷ്ടിയുള്ള സഹാബാക്കൾക്ക് ഏതാണ്ട് കാര്യം പിടുത്തം കെട്ടി. നേരത്തെ റസൂലുള്ളാഹി തങ്ങൾ മക്കായി ദുൽഹുലൈഫയിൽ വെച്ച് പറഞ്ഞിരുന്നു, എന്നിൽ നിന്ന് ഹജ്ജ് പഠിച്ചുകൊള്ളണം, നിങ്ങൾക്ക് ഹജ്ജ് പഠിപ്പിക്കാൻ നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. സഹാബാക്കൾ അതിനോട് ചേർത്ത് വായിച്ചു ഈ ആയത്ത്. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ദീൻ ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുകയാണ്. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്നത്തെ ദിവസം നിങ്ങളുടെ ദീൻ ഞാൻ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ജല്ല ജലാലുഹുവിൻ്റെ വാക്കുകളാണ്. വ അത്മംതു അലൈക്കും നിഅമതി, ദീനിൻ്റെ പേരിൽ ദുനിയാവിലും ആഖിറത്തിലും എന്തെല്ലാം അനുഗ്രഹങ്ങൾ ഞാൻ വെച്ചിട്ടുണ്ടോ, ഇന്നത്തെ ദിവസത്തോടുകൂടി അത് ഞാൻ പൂർണ്ണമാക്കി തന്നിരിക്കുകയാണ്. ഇനി ഒന്നും കൂടേണ്ടതില്ല, ഇനി ഒന്നും കുറയേണ്ടതില്ല. വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഖിയാമത്ത് നാൾ വരെ
അതിനുശേഷം അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങളെ ദൈനംദിന ജീവിതത്തെ ഷഹാദത്തടിസ്ഥാനത്തിലാക്കി തീർക്കാൻ ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്കൊരു ദീനായി പൊരുത്തപ്പെട്ട് തന്നിരിക്കുകയാണ്. പ്രഖ്യാപനം വന്നു. സഹാബാക്കൾ വളരെ ഗൗരവത്തോടെ ചിന്തിക്കാൻ തുടങ്ങി. പിന്നീടുള്ള യാത്രകളെല്ലാം വളരെ വളരെ സൂക്ഷ്മമായിരുന്നു. സഹാബാക്കൾ അഷ്റഫുൽ ഖൽക്കിനെ ഇഞ്ചോടിഞ്ച് പിൻപറ്റുകയായിരുന്നു. എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട്. അതെ, ആ ഹജ്ജും കഴിഞ്ഞ് അഷ്റഫുൽ ഖൽക്ക് മദീനയിലേക്ക് തിരിച്ചു വന്നു. മുഹറം കഴിഞ്ഞു, സഫറായി. സഫർ മാസം അവസാനത്തെ ദിവസങ്ങളിൽ അഷ്റഫുൽ ഖൽക്കിന് പനി ബാധിച്ചു. ഈ ആയത്തിന് ശേഷം നിയമവുമായി ബന്ധപ്പെട്ട ഒരായത്തും പിന്നീട് ഇറങ്ങിയിട്ടില്ല. പിന്നെ ഇറങ്ങിയൊരു സൂറത്ത് സഹാബാക്കളെ അതിനേക്കാളേറെ ചിന്തിപ്പിച്ചു. ഇദാ ജാഅ നസ്റുല്ലാഹ് വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബ. സൂറത്തുൻ നസ്ർ. അതെ, ഈ സൂറത്തിന് സൂറത്തു തൗദീഅ് എന്ന് പേരുണ്ട്. യാത്രയപ്പിൻ്റെ അധ്യായം. ഈ സൂറത്ത് ഇറങ്ങിയപ്പോൾ പ്രഗത്ഭന്മാരായ സഹാബാക്കളുടെ ഉന്നതന്മാർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, അതുപോലെയുള്ള സഹാബാക്കൾ, ഒന്നിച്ച് മറ്റുള്ള സഹാബാക്കൾ ഈ സൂറത്ത് ഇറങ്ങിയപ്പോൾ സഹാബാക്കളിലുള്ള ഇടനിലക്കാരായ സഹാബാക്കൾ, അതായത് വലിയ ഉന്നതന്മാരല്ലാത്തവർ ആഹ്ലാദിച്ചു, സന്തോഷിച്ചു, ഒരുപാട് സന്തോഷിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് സന്തോഷമില്ല, ചിരിയില്ല. അവിടുത്തെ കണ്ണുകൾ കലങ്ങി, കണ്ണ് വെള്ളം നിറഞ്ഞു. ആൾ കളിയാക്കി, ഈ കളവൻ എന്തു പറ്റി, ഈ ശൈഖിന് എന്തു പറ്റി. എല്ലാവരും സന്തോഷിക്കുമ്പോൾ അദ്ദേഹം മാത്രം ചിരിക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എല്ലാവരെയും വിളിച്ചു കൂട്ടി. ആ കൂട്ടത്തിൽ ഏതാണ്ട് 10-12 വയസ്സ് പ്രായമുള്ള അബ്ദുല്ലാഹി ബിനു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂട്ടത്തിൽ കൂട്ടി. മറ്റുള്ളവർ പറഞ്ഞു, ഈ കുട്ടിക്ക് എന്താണ് നമ്മളെന്ന് വെച്ച കാര്യം, നമ്മൾ വലിയ ആൾക്കാർ ഇരിക്കുന്നിടത്ത് ഈ കുട്ടിനെ എന്തിനാണ് വിളിച്ചിരുത്തിയിരിക്കുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ കുട്ടി ആരാണെന്ന് മനസ്സിലാക്കി കൊടുത്തു. മോനെ, ഈ സൂറത്തിനെ സംബന്ധിച്ച് നിനക്ക് എന്താ തോന്നുന്നത് മോനെ? മറ്റുള്ളവരോട് ചോദിച്ചപ്പോൾ എല്ലാവർക്കും ആഹ്ലാദം. എന്താ ആയത്തിൻ്റെ അർത്ഥം? ശരിയാണ്, അതിൻ്റെ ബാഹ്യമായ അർത്ഥം ആഹ്ലാദത്തിൻ്റെതാ. ഇദാ ജാഅ നസ്റുല്ലാഹ്, അള്ളാഹുവിൻ്റെ സഹായം വന്നു കഴിഞ്ഞാൽ, വൽ ഫത്ഹ്, ദീനുൽ ഇസ്ലാമിന്, അതേ മക്കൾക്ക്, അതേപോലെ തന്നെ കഅബത്തിന് പൂർണ്ണമായ സ്വാതന്ത്ര്യം ഈ നാട്ടിന് കിട്ടുകയും ചെയ്താൽ, പൂർണ്ണമായ സ്വാതന്ത്ര്യം ലഭിക്കുകയും ചെയ്താൽ, വറഅയ്ത നാസ, ഓ മുഹമ്മദ് നബി, മനുഷ്യ സമൂഹത്തെ നിങ്ങൾ കാണുന്നു, യദ്ഖുലൂന ഫീ ദീനില്ലാ, അള്ളാഹുവിൻ്റെ ദീനിൽ, അഫ്വാജ ഫൗജൻ ഫൗജ, സംഘങ്ങളായും ഗ്രൂപ്പുകളായും കൂട്ടായ്മയോടുകൂടി വന്നു ചേരുന്നത് നിങ്ങൾ കാണുകയും ചെയ്താൽ സന്തോഷിക്കേണ്ട ദിവസമല്ലേ. പക്ഷെ തുടർന്നുള്ള വാക്ക്, അതാണ് അബൂബക്കർ സിദ്ദീഖിനെ ചിന്തിപ്പിച്ചത്. എന്താ തുടർന്നുള്ള വാക്ക്? ഫസബ്ബിഹ് ബിഹംദി റബ്ബിക്, ഓ മുഹമ്മദ്, നിങ്ങളുടെ ഡ്യൂട്ടി തീർന്നിരിക്കുകയാണ്, നിങ്ങളുടെ ദഅവത്തിൻ്റെ ജോലി തീർന്നിരിക്കുകയാണ്. തസ്ബീഹിലൂടെ നിങ്ങളുടെ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് അള്ളാഹുമായിട്ട് കൂടുതൽ അടുത്തോളിൻ. വസ്തഗ്ഫിർ, കൂടുതൽ ഇസ്തിഗ്ഫാർ ചെയ്തോളിൻ, എന്നെ കണ്ടുമുട്ടേണ്ട സമയം അടുത്തിരിക്കുകയാണ്. ഐഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, ആ സൂറത്ത് ഇറങ്ങിയതിന് ശേഷം അഷ്റഫുൽ ഖൽക്ക് സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക, സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മഗ്ഫിർലി, ഇതായിരുന്നു കൂടുതൽ സമയത്തും പറഞ്ഞുകൊണ്ടിരുന്നത് എന്ന്. നാമും ഇപ്പോൾ സുജൂദിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന തസ്ബീഹ്, സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അല്ലാഹുമ്മഗ്ഫിർലി, സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മഗ്ഫിർലി. ഈ ആയത്തിറങ്ങിയതിന് ശേഷം, ഈ സൂറത്തിറങ്ങിയതിന് ശേഷം അഷ്റഫുൽ ഖൽക്ക് ഇതൊരുപാട് പറയുമായിരുന്നു. അതെ, അഷ്റഫുൽ ഖൽക്കാകുന്ന, മുഹമ്മദാകുന്ന, അബ്ദാകുന്ന, നബിയാകുന്ന, റസൂലാകുന്ന ആ പ്രിയപ്പെട്ട കൂട്ടുകാരനെ അല്ലാഹു തആല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു വിവരം കിട്ടിയിരിക്കുന്നു ഒരടിമക്ക്, ഒന്നിക്കിൽ ഈ ദുനിയാവിൻ്റെ സുഖസൗകര്യങ്ങളോടുകൂടി ജീവിക്കാം,
അല്ലെങ്കിൽ ഈ ദുനിയാവ് പിരിഞ്ഞിട്ട് ഉടമസ്ഥനെ കണ്ടുമുട്ടാം, ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. ഈ അടിമ ഉടമസ്ഥനെ കണ്ടുമുട്ടുക എന്നത് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. സഹബാക്കൾക്ക് ഏതാണ്ട് കൂടുതൽ ഉറപ്പായി. അഷ്റഫുൽ ഖൽക്കിൻ്റെ വിയോഗം അടുത്തിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തുടർന്ന് അങ്ങോട്ട് സംഭവിച്ചത് വളരെ ഗൗരവത്തോടെ നാം കാണണം. ഈ രീതിയിൽ ഒരു റബീഉൽ അവ്വൽ മാസം 12 അന്ന് തിങ്കളാഴ്ച രാവിലെ മസ്ജിദുൻ നബവിയിലെ ആയിഷത്തു സിദ്ദീഖാൻ്റെ വീട്ടിൽ ഹബീബായ മുത്ത് വഫാത്തായി. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അഷ്റഫുൽ ഖൽക്കിൻ്റെ ഒന്നിച്ചുണ്ട്, ശുശ്രൂഷിച്ചുകൊണ്ട് ഭാര്യമാരും ഒന്നിച്ച് വേറെയുണ്ട്. ഒരു ദിവസം അഷ്റഫുൽ ഖൽക്കിൻ്റെ പ്രിയപ്പെട്ട മോള് ഫാത്തിമ, ആ ഫാത്തിമ ഹബീബിൻ്റെ അടുത്ത് ശുശ്രൂഷയിലാണ്, ഖിദ്മത്തിലാണ്. ആരോ വന്ന് വെളിയിൽ നിന്ന് സലാം പറഞ്ഞു. അസ്സലാമു അലൈക്കും യാ അഹ്ല ബൈത്തിൻ നുബുവ വല്ലാഹു യഖറഉക സലാം. ഓ പ്രവാചകന്റെ കുടുംബമേ സലാം, അല്ലാഹു സലാം പറഞ്ഞിട്ടുണ്ട്. മകൾ ഫാത്തിമ ഹബീബോട് പോയിട്ട് പറഞ്ഞു, ബാപ്പ ആരോ വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഫാത്തിമ അല്ലാഹു തആല അൻഹ ഏതോ പുരുഷനാണ്, ധന്യപുരുഷന് വാതിൽ തുറന്നു കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം. റസൂലുള്ളാഹി തങ്ങളുടെ കൽപ്പന. ഫാത്തിമ ഒരു മറയുടെ പിറകിൽ നിന്നുകൊണ്ട് വീക്ഷിച്ചു എന്താണ് ചെയ്യേണ്ടത് എന്ന്. അഷ്റഫുൽ ഖൽക്ക് പറഞ്ഞു, മോളെ ഫാത്തിമ ധൈര്യമായിട്ട് തുറന്നു കൊടുക്കീൻ, നിനക്കും കൂടി കാണാൻ പറ്റുന്ന ഒരാളാണ് മോളെ. ഫാത്തിമ വാതിൽ തുറന്നു കൊടുത്തു. ഒരു അറാബിയുടെ കോലത്തിൽ ഒരു മനുഷ്യൻ കടന്നു വന്നു, അഷ്റഫുൽ ഖൽക്കിൻ്റെ മുമ്പിൽ വന്നിരുന്നു. അസ്സലാമു അലൈക യാ അഹ്ല ബൈത്തിൻ നുബുവ വല്ലാഹു യഖറഉക സലാം. അള്ളാഹുവിൻ്റെ സലാമുണ്ട് തങ്ങളെ. മോളെ ഫാത്തിമ ഇങ്ങോട്ട് വാ മോളെ, ഇതാരാണെന്നറിയുമോ? തദ്രീന മൻ ഹാദർ റജുൽ, ഈ മനുഷ്യൻ ആരാണെന്നറിയുമോ മോളെ? ഫാത്തിമ പറഞ്ഞു, ഹാദർ റജുലുൻ അറാബിയു യാ റസൂലല്ലാഹ്. ഒരു അറാബി അല്ലേ നബിയെ, അങ്ങേ കാണാൻ വന്നതല്ലേ, അങ്ങ് പറഞ്ഞുകൊണ്ടല്ലേ ഞാൻ ഇവിടത്തേക്ക് വന്നത്. അല്ല മോളെ, അല്ല. ഹാദാ ഹാദിമുൽ ലദ്ദാത്ത് വമുയത്തിമുൽ ബനീന വൽ ബനാത്ത് വമുഫരിഖുൽ ജമാഅത്ത് വഖാബിദുൽ അർവാഹി മലക്കുൽ മൗത്ത്. പൊന്നുമോളെ, എല്ലാ ബന്ധങ്ങളെയും വിച്ഛേദിച്ച് കളയുന്ന, എല്ലാ രുചികളെയും അറുത്ത് കളയുന്ന, എല്ലാ മക്കളെയും എത്തീമാക്കി കളയുന്ന, റൂഹിനെ വാങ്ങാൻ ഏൽപ്പിക്കപ്പെട്ട മലക്കുൽ മൗത്താണ് മോളെ. ബാപ്പാനെ കാണാൻ വന്നിരിക്കുകയാണ്. ഫാത്തിമക്ക് താങ്ങുന്നതിൽ കവിഞ്ഞാണ്. ഇമാം ബുഖാരി ബാബു സബ്രിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഫാത്തിമക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഫാത്തിമ അവിടെ വെച്ച് വിളിച്ചു, വാ കർബ അലാ കർബിക യാ വാ. ഓ ബാപ്പ, അങ്ങയുടെ വിയോഗത്തിൽ എൻ്റെ വേദനയെ, അങ്ങയുടെ ദുഃഖത്തിൽ എൻ്റെ വേദനയെ എനിക്ക് താങ്ങുന്നതിലപ്പുറത്താണല്ലോ ബാപ്പ. വാ കർബ അലാ ബിക്, എൻ്റെ ബാപ്പാക്കുള്ള വേദനയിൽ എനിക്ക് അസഹ്യത തോന്നുന്നു, എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. വാ മുഹമ്മദാ, ഓ മുഹമ്മദായ പ്രവാചകരെ, അങ്ങ് പോകുകയാണോ? ഈ ഭാഷയിൽ ഫാത്തിമ സംസാരിക്കാൻ തുടങ്ങി. അടുത്ത് വിളിച്ചിരുത്തി മോളുടെ നെറുകയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, മോളെ മോളെ ഫാത്തിമ, ലൈസ അലാ അബീകി കർബും ബഅദൽ യൗം. ഇന്ന് കഴിഞ്ഞാൽ നിന്റെ ബാപ്പയ്ക്ക് വേദനയില്ല മോളെ. വേദനയില്ലാത്ത, ദുഃഖങ്ങളില്ലാത്ത, ആരും ചീത്ത പറയാത്ത, ആരും പിരാന്തൻ എന്ന് വിളിക്കാത്ത, ആരും കവി എന്ന് വിളിക്കാത്ത, ആരും വട്ടരെന്ന് വിളിക്കാത്ത, ആരും മായാജാലക്കാരെന്ന് വിളിക്കാത്തൊരു ലോകത്തേക്ക് പോവുകയാണ് മോളെ ബാപ്പ. റഫീഖുൽ അഅ്ലായിലേക്ക്, ബാപ്പാന്റെ ഉന്നതനായ കൂട്ടുകാരന്റെ അടുക്കലേക്ക് പോവുകയാണ് മോളെ. വിഷമിക്കാതിരിക്കിൻ. റസൂലുള്ളാഹി ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല എന്നെ വിശദീകരിക്കുന്നുണ്ടൊരു സംഭവം. ഇത് പറഞ്ഞപ്പോൾ ഫാത്തിമ കൂടുതൽ കരഞ്ഞു. അടുത്ത് വിളിച്ചിരുത്തിയിട്ടൊരു സ്വകാര്യം പറഞ്ഞു ഫാത്തിമാന്റെ ചെവിയിൽ. ആ സ്വകാര്യം പറഞ്ഞപ്പോൾ ആദ്യം ഫാത്തിമ കരഞ്ഞു, പിന്നീട് ഫാത്തിമ ചിരിച്ചു. ആദ്യം കരഞ്ഞത് എന്താണ്, രണ്ടാമത് ചിരിച്ചത് എന്താണെന്ന് പിറകെ ഇളയമയായ ആയിഷ ചോദിച്ചപ്പോൾ ഫാത്തിമ പറഞ്ഞു, ആദ്യം എന്നോട് റസൂലുള്ള പറഞ്ഞത്, മോളെ ഞാൻ കരഞ്ഞത്, മോളെ ഈ കിടത്തത്തിൽ ഞാൻ യാത്രയാണ്, എൻ്റെ അവസാനത്തെ ദിവസങ്ങൾ അടുത്തിരിക്കുകയാണ്, എനിക്ക് പോകാൻ സമ്മതമായിരിക്കുകയാണ്, അപ്പോഴാണ് ഞാൻ കരഞ്ഞത്. നീ ചിരിച്ചതോ? മോളെ, എൻ്റെ കുടുംബത്തിൽ ആദ്യമായി എന്നെ പിന്തുടരുക നീ ആയിരിക്കും മോളെ. അപ്പോഴാണ്
അപ്പോഴാണ് ഞാൻ ചിരിച്ചത്. എൻ്റെ ബാപ്പ ഇല്ലാതൊരു ജീവിതം ഈ ഭൂമിയിൽ എങ്ങനെ? അതേ ഫാത്തിമ പറഞ്ഞ വാക്കുകളുണ്ട്, മാദാ അലാ മൻ ശമ്മ തുർബത അഹ്മദി, മാദാ അലാ മൻ ശമ്മ തുർബത അഹ്മദി അല്ലാ യശുമ്മ മദസ്സമാനു ഗവാലിയ സുബ്ബത്ത് അലയ്യ മസായിബുൽ ലൗ അന്നഹാ സുബ്ബത്ത് അലൽ അയ്യാമി ഉദിന ലയാലിയ. എൻ്റെ ബാപ്പാനെ കബറടക്കി അതിൻ്റെ മേലെ മൂട്ടുകല്ലും വെച്ച് അതിൻ്റെ മേലെ മണ്ണ് കോരിയിടാൻ നിങ്ങളെ കൊണ്ട് എങ്ങനെയാണ് കഴിഞ്ഞത്? ഫാത്തിമ ബാപ്പാനോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചത് അങ്ങനെയായിരുന്നു. നല്ലൊരു കവയിത്രിയായിരുന്നു, നല്ലൊരു അറബി ഭാഷ അറിയുന്ന ആളായിരുന്നു ഫാത്തിമ. എന്നിട്ട് പറഞ്ഞു, ഇന്നത്തെ ദിവസം എനിക്കുള്ള ദുഃഖം പകലിൻ്റെ മേലത് ചൊരിക്കുകയാണെങ്കിൽ അത് രാത്രിയാവുമായിരുന്നു. അത്രമാത്രം വിഷമത്തിലാണ് ഞാൻ. ഫാത്തിമ ദുഃഖത്തെ അയവിറക്കിയത് ആ രീതിയിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമയെ മാറി നിൽക്കാൻ കൽപ്പിച്ചിട്ട് മലക്കുൽ മൗത്തിനോട് പറഞ്ഞു, ബിസ്മില്ലാഹി ഔവിഹ് യാ മലക്കൽ മൗത്ത്, തുടങ്ങിക്കോളിനെന്ന്. തുടർന്ന് സംഭവിച്ചത് വേദനയുള്ള നിമിഷങ്ങളായിരുന്നു. അഷ്റഫുൽ ഖൽക്ക് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, അഷ്റഫുൽ ഖൽക്ക് ആ വേദന സഹിക്കാൻ പറ്റാഞ്ഞിട്ട് അങ്ങനെ വിളിക്കുമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഷ്റഫുൽ ഖൽക്കിനോട് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് ചോദിക്കുമായിരുന്നു, നല്ല വേദനയുണ്ടല്ലേ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നിങ്ങളിൽ നിന്ന് 2 പേർക്കുള്ള വേദന എനിക്കൊരാൾക്ക്, ഞാനൊരു നബിയാണ്, അതിന് പറ്റും പ്രതിഫലവും അതേപോലെ തന്നെ എത്രയോ ഇരട്ടിയാണ്. ആ വേദന സഹിക്കുകയായിരുന്നു അഷ്റഫുൽ ഖൽക്ക്. ഇടയ്ക്ക് പറഞ്ഞു, അല്ലാഹുമ്മ അഇന്നി അലാ സക്രാത്തിൽ മൗത്ത്, ഈ മരണത്തിൻ്റെ വേദന താങ്ങാനാവുന്നില്ലല്ലോ അല്ലാ, നീ എന്നെ ഒന്ന് സഹായിക്ക്. അങ്ങനെ അഷ്റഫുൽ ഖൽക്ക് വേദനയുടെ മേൽ വേദനയും സഹിച്ച് അവസാനം റൂഹ് തൊണ്ടക്കുഴിയിലെത്തി. ഇല റഫീഖിൽ അഅ്ലാ, ഞാൻ പോകുകയാണ് എൻ്റെ റഫീഖുൽ അഅ്ലായിലേക്ക്, എൻ്റെ ഉന്നതനായ കൂട്ടുകാരൻ്റെ അടുത്തേക്ക്. ആയിഷത്തു സിദ്ദീഖ പറയുന്നു, എൻ്റെ മടിയിൽ വെച്ചാണ് റൂഹ് പോയത്. അവസാനം അഷ്റഫുൽ ഖൽക്ക് ആകാശത്തിലേക്ക് നോക്കി, പിന്നെ ആ കണ്ണടഞ്ഞില്ല. ഞാൻ എൻ്റെ കൈ കൊണ്ട് ആ കണ്ണടച്ചു. എൻ്റെ ഹബീബായ മുത്തിൻ്റെ അവസാനത്തെ ശ്വാസവും പോയി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇതാണ് റബീഉൽ അവ്വൽ മാസം 12 നടന്നത്. തിന്ന് പിടിച്ച് മതിച്ച് പാട്ടുപാടി ഡാൻസ് ചെയ്ത് സർക്കസ് കളിച്ച് തോരണങ്ങളെ കൊണ്ട് അലങ്കരിച്ച് ജീവിക്കുന്ന ഷിയാക്കൾക്ക് ഹബീബോട് വെറുപ്പാണ്. മരിച്ചു കിട്ടാൻ കാത്തിരിക്കുന്നവർ മരിച്ചു കിട്ടി അലിയിനെ മുദബ്ബിറാക്കാൻ. ജൂതന്മാർക്കും മരിച്ചു കിട്ടി മുഹമ്മദിൻ്റെ ശർറരി ഉണ്ടാകുകയില്ല. അതുകൊണ്ട് റബീഉൽ അവ്വൽ 12 അവർ ആഘോഷമാക്കി. മുഅ്മിനീങ്ങളായ നാം, അഹ്ലുസുന്നയുടെ വക്താക്കളായ നാം, മുവഹിദുകളായ നാം, അതെ, ആ ഹബീബിനെ ഒരുപാട് സ്നേഹിക്കുക, ആ ഹബീബിന് വേണ്ടി ഒരുപാട് ദുആ ചെയ്യുക. ആ ഹബീബിന് വേണ്ടി ദുആ ചെയ്യാൻ കൽപ്പിച്ചിട്ടുണ്ട് നമ്മളോടില്ലേ? ബാങ്ക് വിളിച്ചിട്ടുള്ള ദുആൻ്റെ അർത്ഥം എന്താണ്? അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ, ഈ പൂർണ്ണമായ വിളിയുടെ ദഅവത്തിൻ്റെ ഉടമസ്ഥനായ അല്ലാഹുവേ, വസ്സലാത്തിൽ ഖായിമ, ഇവിടെ നിർത്തപ്പെടാൻ പോകുന്ന നിസ്കാരത്തിൻ്റെ ഉടമസ്ഥനായ അല്ലാഹുവേ, ആത്തി മുഹമ്മദ, എൻ്റെ പ്രിയപ്പെട്ട മുഹമ്മദായ നബിക്ക് നീ കൊടുക്കല്ലാഹുവേ അൽ വസീല, വസീലത്തെന്ന ആ ഭയങ്കരമായ പദവി, അൽ ഫളീല, ഫളീലത്തെന്ന ദർജ, വദ്ദർജത്ത റഫീഅ, നാളെ നിൻ്റെ അടുത്ത് വരുമ്പോൾ എൻ്റെ ഹബീബായിരിക്കണം നിൻ്റെ മുമ്പിൽ ഏറ്റവും വലിയ ആള്. അതെ, എൻ്റെ ഹബീബായിരിക്കണം നിൻ്റെ മുമ്പിൽ ഏറ്റവും അംഗീകരിക്കപ്പെട്ട ആള്. എൻ്റെ ഹബീബായിരിക്കണം നിൻ്റെ മുമ്പിൽ ആ മഅ്ശറയെ നിയന്ത്രിക്കുന്ന ആള്. എൻ്റെ ഹബീബാണ് അന്നെല്ലാം. അതെല്ലാം എൻ്റെ ഹബീബിന് നീ കൊടുക്കല്ലാഹു എന്ന് ദുആ ചെയ്യാൻ ഈ മുഅ്മിനീങ്ങളോട് അല്ലാഹുവാണ് ആവശ്യപ്പെട്ടത്. അല്ലാഹുവിൻ്റെ റസൂലിന് കൊടുക്കാൻ ഈ മുഅ്മിനീങ്ങൾ ആവശ്യപ്പെടണമെന്നില്ല. എന്നാലും ആ ദുആ ഓർമ്മക്കാണ്, ആ ദുആ അഷ്റഫുൽ ഖൽക്കിനോടുള്ള മഹബത്തിനാണ്. ആ ദുആ കൊണ്ട് നാളെ കിട്ടേണ്ടത് മുവഹിദുകൾക്കാണ്, മുശ്രിക്കുകൾക്കല്ല. അഹ്ലുസുന്നക്കാണ്, മുബ്തദിഉകൾക്കും അല്ല. ആ സ്നേഹമാണ് നമ്മൾ അല്ലാഹു തആല ആവശ്യപ്പെടുന്നത്. തശഹുദിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബി, ഓ പ്രവാചകരെ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സലാം.
ആ പ്രവാചകന് വേണ്ടി ദുആ ചെയ്യാൻ നമ്മോട് കൽപ്പിച്ചിരിക്കുകയാണ്. ആ പ്രവാചകന് വേണ്ടി അള്ളാഹിനോട് ദുആ ചെയ്യാൻ. വഅലാ ഇബാദില്ലാഹി അസ്സലാമു അലൈനാ, നമുക്കും സലാം. വഅലാ ഇബാദില്ലാഹി സാലിഹീൻ, സാലിഹങ്ങളായ അടിമകൾക്കും സലാം. അള്ളാഹുവിൻ്റെ രക്ഷ, അള്ളാഹുവിൻ്റെ കൃപ എല്ലാം ഉണ്ടാവട്ടെ. ദുആ. എന്നിട്ടാണ് നാം ഷഹാദത്തിലേക്ക് കടക്കുന്നത്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു തആല നമ്മളെപ്പോഴും ചോദിക്കും, ഞാൻ നിർത്തുന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക വഹുബ്ബ നബിയ്യിക വഹുബ്ബ മൻ യുഹിബ്ബുക വഹുബ്ബ അമലിൻ യുഖദ്ദിബുനി ഇലാ ഹുബ്ബിക. അല്ലാഹു ഇന്നി അസ്അലുക, നിന്നോട് ഞാൻ യാചിക്കുന്നു, ഹുബ്ബക്, നിന്നോടുള്ള മഹബ്ബത്ത്, വഹുബ്ബ നബിയ്യിക, നിന്റെ ഹബീബായ മുത്തോടുള്ള മഹബ്ബത്ത്, വഹുബ്ബ അമലിൻ യുഖദ്ദിബുനി ഇലാ ഹുബ്ബിക, നിന്റെ മഹബ്ബത്ത് കിട്ടാൻ ഞാൻ എന്ത് അമലാണോ ചെയ്യേണ്ടത് ആ അമലിനോടുള്ള മഹബ്ബത്തും നിന്നോട് ഞാൻ ചോദിക്കുന്നു. അള്ളാഹുവേ, ഈ ദുആ നാം വർദ്ധിപ്പിക്കുക. ആ ഹബീബിനെ കണ്ടുമുട്ടുന്നത് വരെ. നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ആ ഹബീബിനെ കണ്ടുമുട്ടുന്ന ഒരു ചെറിയ ന്യൂനപക്ഷമുണ്ട്. ആ ന്യൂനപക്ഷത്തിൽ മുവഹിദുകളായ നമ്മെ അള്ളാഹു തആല പൂർണ്ണമായും ഉൾപ്പെടുത്തി തരട്ടെ. മറ്റുള്ളവരെയും കൂടി അള്ളാഹു ആ രാജപാതയിലേക്ക് നയിക്കുകയും ആ രാജപാതയിൽ ഹബീബിൻ്റെ സ്വന്തക്കാരായി നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഹബീബിനെ കണ്ടുമുട്ടുന്ന കൂട്ടത്തിൽ എല്ലാവരും അള്ളാഹു തആല ഉൾപ്പെടുത്തി തരികയും ചെയ്യട്ടെ. അലാ വസല്ലു വസല്ലിമു അല നബിയിൽ മുസ്തഫ വറസൂലിൽ മുർത്തള വഖാല മുഖ്ബിറൻ വആമിറ ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم ارض عن أشرف خلفائه الراشدين المهديين أبي بكر وعمر وعثمان وعلي وعن سائر الصحابة والقرابة كلهم أجمعين وارض عنا معهم برحمتك يا أرحم الراحمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم إنك مجيب الدعوات وقاضي الحاجات. طيب ثرانا وثراهم واجعل الجنة مأوانا ومأواهم. اللهم اصلحنا وأصلح أئمتنا وأمتنا وولاتنا وولاة أمورنا واجعل أمورنا بأيدي خيارنا حتى يقودنا إلى الخير من هو خير منا. اللهم انصر جيوش المسلمين وفك أسر المأسورين وقض الدين عن المدينين. اللهم اكتب الستر والسلامة علينا وعلى والدينا وأولادنا وعلى جميع الحجاج والعمار والزوار والغزاة والمسافرين صادرين واردين في بيتك وبحرك وجوك أجمعين يا رب العالمين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم لا تشفي خلقنا بالنار ولا تجعلنا من حطب النار فإنها بئس الدار وبئس المثوى وبئس القرار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وصلى الله على خير خلقه محمد وآله وصحبه أجمعين والحمد لله رب العالمين.